കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. 6 ദിവസത്തേക്ക് ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ. ഇന്ന് ഏതാണ്ട് 3.25 മണിക്കൂറോളമാണ് ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി ഇരുഭാഗങ്ങളെയും കേട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. മാർച്ച് 28 വരെയാണ് ഇഡി കസ്റ്റഡിയിൽ കെജ്രിവാളിനെ കോടതി വിട്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്? വേണു, കെജ്രിവാളിനെതിരെ അതിശക്തമായ വാദമുഖങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. കെജ്രിവാളിന് ഈ ഡൽഹി മദ്യനയ അഴിമതി അതിന്റെ രൂപീകരണത്തിൽ തന്നെ നിർണായകമായ പങ്കുണ്ട്. ഈ അഴിമതിയുടെ കിങ് പിൻ തന്നെ കെജ്രിവാളാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ, കൂടാതെ പണം, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ കെജ്രിവാളിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ച പ്രധാന വാദം എന്നുള്ളത്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള നടപടികൾ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് ഇഡി കോടതിയെ അറിയിച്ചു. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എതിരെ ചാരപ്രവർത്തനം നടത്തിയിരുന്നു എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കെജ്രിവാൾ എന്നും അതടക്കമുള്ള കാര്യങ്ങൾ ഇഡി കോടതിയിൽ അറിയിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനം എടുത്ത വ്യക്തി എന്ന നിലയിൽ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നും അന്വേഷണത്തോടെ കെജ്രിവാൾ സഹകരിക്കുന്നില്ല, 9 നോട്ടീസുകൾ അയച്ച ശേഷവും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ തയ്യാറായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു തീരുമാനം ഡൽഹി റോസ് അവന്യൂ കോടതി എടുത്തിരിക്കുന്നത്. 6 ദിവസത്തെ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ച ഒരു കാര്യം എന്നുള്ളത്, മറ്റൊരു പ്രധാന കാര്യം എന്നുള്ളത്, ഈ കെജ്രിവാളിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും ഇഡി ആവശ്യപ്പെടുന്ന തെളിവുകൾ നൽകാൻ തയ്യാറായിരുന്നു. ചോദ്യങ്ങൾ എന്ത് എന്ന് അറിയിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ മറുപടികൾ നൽകാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു. കൂടാതെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നതടക്കം അറിയിച്ചിരുന്നെങ്കിൽ പോലും തെളിവുകൾ നശിപ്പിക്കുന്ന നടപടി ഉൾപ്പെടെ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇഡി സ്വീകരിച്ച ഒരു നിലപാട് എന്നുള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ കെജ്രിവാളിനെ ചെയ്യേണ്ടതുണ്ട് എന്നും ഈ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെ 6 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഡൽഹി റോസ് അവന്യൂ കോടതി. चुनाव को जीतना चाहती है। आज भारतीय जनता पार्टी ईडी के पीछे छिपकर चुनाव लड़ने की कोशिश कर रही है। इसका एक उदाहरण हमने मात्र 1 घंटे पहले देखा कि भारतीय जनता पार्टी का मीडिया सेल ईडी द्वारा जमा की गई रिमांड एप्लीकेशन को सारे मीडिया चैनल्स को भेजता है, जैसे कि ईडी इन्फोर्समेंट डायरेक्टरेट भारतीय जनता पार्टी का कोई संगठन का हिस्सा है जो भारतीय जनता पार्टी उनकी प्रेस रिलीज इशू कर रहा है। आज ये बिल्कुल साफ है कि ईडी पिछले 2 साल की इन्वेस्टिगेशन के बाद 1 रुपए का भी प्रोसीड्स ऑफ क्राइम नहीं ढूंढ पाई है। 2 साल की इन्वेस्टिगेशन, 500 से ज्यादा अफसर, हजारों रेड्स, लेकिन आम आदमी पार्टी के किसी भी नेता के पास, किसी भी मंत्री के पास 1 रुपए भी प्रोसीड्स ऑफ क्राइम नहीं मिले हैं। फिर भी आम आदमी पार्टी के नंबर 1 नेता, नंबर 2 नेता, नंबर 3 नेता, नंबर 4 नेता सबको गिरफ्तार करके जेल में डाल दिया है। जो ईडी का सारा केस है वो कैसे बना है? ईडी ने जो अपनी एप्लीकेशन जमा करी है वो सिर्फ और सिर्फ ऐसे गवाहों के बयान के आधार पर കോടതി ഉത്തരവിനോട് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 1 രൂപയുടെ പോലും തെളിവുകൾ ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ്
അതിഷി ഉന്നയിക്കുന്നത്. എന്തായാലും 6 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂ കോടതി.